ഇന്ന് രാവിലെ തന്നെ അവൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഓൾറെഡി 2-3 ദിവസമായിട്ട് അവൾക്ക് വയ്യായിരുന്നു. വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ചു അവൾക്ക് ചെള്ള് പനി എന്നൊക്കെ 1-2 പേര് നമ്മളോട് ഇങ്ങനെ സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഭയങ്കര ഇതായല്ലോ എന്നൊക്കെ. പക്ഷേ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ രാവിലെ തന്നെ പൂക്കോടുംപാടം ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോയത്. അവൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്, ചാടി കയറുന്നുണ്ട്, വണ്ടിയിലൊക്കെ ഉഷാറായിട്ട് കയറുന്നുണ്ട്. പക്ഷേ ഓൾറെഡി ഭക്ഷണം കഴിക്കുന്നതിനോട് ചോറ് കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ചെറിയ മടിയും കാര്യങ്ങളൊക്കെ. അതിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. സുന്ദരിക്കുട്ടി അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് വെറ്റിനറി ഡിസ്പെൻസറി പൂക്കോട്ടുംപാടാണ്. വരുന്നവർക്കൊക്കെ ഒരു കൗതുകം കേട്ടോ ഇവിടെ കാണുമ്പോൾ. കാരണം ഒക്കെ പറഞ്ഞാൽ കേൾക്കുന്നത്, നമ്മൾ പറയുന്നത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ഇവിടെ ഒരാളെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാണുന്ന ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കുത്തിവെപ്പ് എടുത്താണ്. ഇനിയിപ്പോൾ ഈ വർഷം മാർച്ച് മാസം ലാസ്റ്റാണ് നമ്മൾ കുത്തിവെപ്പ് എടുക്കേണ്ടത്. അതൊരു പേവിഷബാധേൻ്റെയും പിന്നെ അസുഖം വരാതിരിക്കുന്നുണ്ട്. ഇത് കുത്തിവെക്കാത്തതിൻ്റെ പേരിലാണ് ഈ പട്ടിക്കുട്ടി അവിടെ കിടക്കേണ്ടി വന്നിട്ടുള്ളത്. കാരണം നമുക്ക് അസുഖങ്ങൾ വരും. അങ്ങനെ ഇപ്പോൾ വെക്ക് കുത്തിവെപ്പ് ഡോക്ടറിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അവളെ ഇപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ലിയോ സമ്മതിക്കുന്നില്ല. അവൾക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. സത്യത്തിൽ സിറിഞ്ച് വരെ കണ്ടതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവൾ സമ്മതിക്കാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവളെ ഇതുവരെ അങ്ങനെ വാശി പിടിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ പിടിച്ചു വെച്ച് കിടത്തേണ്ട അവസ്ഥയായി. അതുകൊണ്ട് അങ്ങനെ പിടിച്ചു വെച്ചതിന് ശേഷമാണ് അവളൊന്ന് അടങ്ങിയിരുന്നത്. എത്ര ഇതാക്കിയിട്ടും ശരിക്കും ഇങ്ങനെ വാശി പിടിക്കാറില്ലായിരുന്നു. ആ സിറിഞ്ച് കാണാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കണ്ടു കഴിഞ്ഞുകൊണ്ടാണ് അവൾ ഇത്രയും വാശി പിടിക്കുന്നതാണ്. കാരണം അവൾക്കറിയാലോ അവളെ കുത്താനാണ് അവർ വരുന്നതെന്നുള്ള കാര്യം. എന്തായാലും ഞാൻ ഒരുവിധം പിടിച്ച് അവളെ ഒതുക്കി നിർത്തി. എൻ്റെ കയ്യിൽ നിന്ന് അവളിങ്ങനെ പെടയായിരുന്നു. ഓടിപ്പോവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഞാൻ അവിടെ അടുത്തുള്ളതുകൊണ്ട് അവൾ അവിടുന്ന് ഇറങ്ങി പോകുന്നില്ല. അങ്ങനെ ഒരുവിധം പിടിച്ച് വെച്ച് നമ്മളവളെ കിടത്തി. ഇവർക്ക് നമ്മുടെ ലിയോ കടിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലിയോയ്ക്ക് ചെറിയൊരു ഇഞ്ചക്ഷൻ അടിച്ചു. അവൾ അപ്പം തന്നെ ഓക്കെ ആയിട്ടോ. കാരണം അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. കാരണം ചെറിയൊരു കുഞ്ഞി വേദനയേ ഉണ്ടായിട്ടുള്ളൂ. കുത്തിയതിന് ശേഷം അവൾക്ക് യാതൊരു സങ്കടവും ഉണ്ടായിട്ടില്ല. അല്ലേ, ഒരു കുഴപ്പമില്ല. ആൾ ആക്റ്റീവായി. എല്ലാവർക്കും അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ വണ്ടിയിൽ വരുന്ന ലിയോനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു വരിക, ലിയോ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയല്ലേ ചെയ്ത്. അതുകൊണ്ട് അവൾക്ക് വേറെ സങ്കടങ്ങളൊന്നുമില്ല. ഇറങ്ങിപ്പോയി നേരെ നമ്മുടെ വണ്ടിയിലേക്ക് ചാടി കയറി. അത് സത്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട്. കാരണം നമ്മൾ പറയുന്നതന്നെയല്ലേ കേൾക്കുക. നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഡോക്ടർ അപ്പുറത്ത് ആ പട്ടീനെ എന്തോ